പിരപ്പൻകോട് മുരളിക്ക് പിന്നാലെ ക്യാപിറ്റൽ പണിഷ്മെന്റിൽ വെളിപ്പെടുത്തലുമായി CPM നേതാവ് കെ സുരേഷ് കുറുപ്പ് ആലപ്പുഴയിലെ സംസ്ഥാന സമ്മേളന വേദിയിൽ VS-ന് ക്യാപിറ്റൽ പണിഷ്മെന്റ് നൽകണമെന്നൊരു കൊച്ചു പെൺകുട്ടി പറഞ്ഞുവെന്നാണ് സുരേഷ് കുറുപ്പിന്റെ വെളിപ്പെടുത്തൽ. ഇതിനുശേഷമാണ് VS സമ്മേളനത്തിൽ നിന്നും മടങ്ങിയത് എന്ന് മാതൃഭൂമി വാരാന്ത പതിപ്പിൽ എഴുതിയ ലേഖനത്തിൽ കെ സുരേഷ് കുറുപ്പ് തുറന്നു പറയുന്നുണ്ട്. ഷഫീദ് റാവുത്തർ ചേരുന്നു. ഷഫീദ്, അത് തുടക്കമിട്ടത് പിരപ്പൻകോട് മുരളിയാണ്. പിരപ്പൻകോട് മുരളി ഒരുപക്ഷെ നേർക്കുനേർ പരോക്ഷമായി പറഞ്ഞത് M സ്വരാജിന് നേർക്ക് തന്നെയായിരുന്നു. മാത്രമല്ല നേരത്തെ ഒരു അഭിമുഖത്തിൽ സ്വരാജിന്റെ പേര് പിരപ്പൻകോട് മുരളി പരസ്യമായി പറയുകയും ചെയ്തു. MV ഗോവിന്ദൻ അത് തോന്നിയവാസം എന്ന് പറഞ്ഞു. തോന്നിയവാസമാണെങ്കിൽ സമ്മേളനത്തിന്റെ മിനിറ്റ്സ് പുറത്തുവിടാൻ ധൈര്യമുണ്ടോ എന്ന് പിരപ്പൻകോട് മുരളി തിരിച്ചു ചോദിക്കുന്നത് കണ്ടു. സുരേഷ് കുറുപ്പ് വാരാന്ത്യ പതിപ്പിൽ പറയുന്നത് എന്താണ്? എന്തായാലും കൂടുതൽ ചർച്ചയാവുകയാണ് ക്യാപിറ്റൽ പണിഷ്മെന്റ് VS-ന്റെ മരണശേഷം. ഷഫീദ്. കശ്മീർ ഉറപ്പായിട്ടും, കാരണം ഇതിനോടകം തന്നെ പിരപ്പൻകോട് മുരളിയുടെ വെളിപ്പെടുത്തലിന് പിന്നാലെ CPM അല്ലെങ്കിൽ CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ തന്നെ അക്കാര്യത്തെ പൂർണ്ണമായും നിഷേധിച്ചെങ്കിലും ഇപ്പോൾ സുരേഷ് കുറുപ്പ് കൂടി ഇതുമായി ബന്ധപ്പെട്ട ഒരു കാര്യം വ്യക്തമാക്കുകയാണ്. മാതൃഭൂമി വാരാന്ത പതിപ്പിൽ എഴുതിയ അദ്ദേഹത്തിന്റെ ലേഖനത്തിൽ, വിശദമായ ലേഖനത്തിലാണ് അദ്ദേഹം ഇങ്ങനെ പറയുന്നത്. അദ്ദേഹം തുടങ്ങുന്നത് ഇങ്ങനെയാണ്: ഒറ്റപ്പെട്ടപ്പോഴും അദ്ദേഹം പോരാട്ടം തുടർന്നുകൊണ്ടേയിരുന്നു. താൻ പിടിച്ച മുയലിന് 3 കൊമ്പെന്നായിരുന്നു VS നയം. എപ്പോഴും അദ്ദേഹത്തിന്റെ കൊച്ചുമക്കളുടെ പ്രായം മാത്രമുള്ളവർ സമ്മേളനങ്ങളിൽ അദ്ദേഹത്തിനെതിരെ നിലവിട്ട ആക്ഷേപങ്ങൾ ഉന്നയിച്ചു. അങ്ങനെ തുടങ്ങി അടുത്ത ഘട്ടത്തിൽ പറയുന്നു, VS-ന്റെ തട്ടകമായ ആലപ്പുഴ സംസ്ഥാന സമ്മേളനത്തിൽ ഒരു കൊച്ചു പെൺകുട്ടി VS-ന് ക്യാപിറ്റൽ പണിഷ്മെന്റ് കൊടുക്കണമെന്ന് പറഞ്ഞു. ഈ അധിക്ഷേപം സഹിക്കാൻ പറ്റാതെ VS വേദി വിട്ട് പുറത്തേക്കിറങ്ങി, ഏകനായി, ദുഃഖിതനായി. പക്ഷെ തലകുനിക്കാതെ, ഒന്നും മിണ്ടാതെ, ആരെയും നോക്കാതെ അദ്ദേഹം സമ്മേളന സ്ഥലത്ത് നിന്നും വീട്ടിലേക്ക് പോയി. ഇങ്ങനെയൊക്കെ ആയിട്ടും അദ്ദേഹം പാർട്ടിയെ ഒരിക്കലും അധിക്ഷേപിച്ചിട്ടില്ല എന്നുള്ളതാണ് സുരേഷ് കുറുപ്പ് കൃത്യമായി ഈ വിഷയത്തെക്കുറിച്ച് പറയുന്നത്. യുവ വനിതാ നേതാവ് എന്നുള്ള രീതിയിലാണ് ഇത് പറയുന്നത്. സ്വാഭാവികമായും ഇത് വലിയ ചർച്ചകൾക്ക് വഴിവെക്കും. കാരണം ഇത് രണ്ടാമത്തെ ആളാണ് ക്യാപിറ്റൽ പണിഷ്മെന്റുമായി ബന്ധപ്പെട്ട് ഇക്കാര്യം പറയുന്നത്. അന്ന് ആ സമ്മേളന സമയത്ത് തന്നെ അതുമായി ബന്ധപ്പെട്ട വലിയ വിവാദം ഉണ്ടാവുകയും പിന്നീട് അക്കാര്യത്തിൽ VS തന്നെ മൗനം പാലിച്ചായിരുന്നു. അതിൽ നിന്ന് അദ്ദേഹത്തിന്റെ പ്രതികരണം ഉണ്ടായത്. ഏതായാലും സുരേഷ് കുറുപ്പ് കൂടി ഇക്കാര്യം ഇങ്ങനെ സൂചിപ്പിക്കുമ്പോൾ അതിന് വലിയ രാഷ്ട്രീയ പ്രാധാന്യമുണ്ട്. കശ്മീർ എന്തായാലും ക്യാപിറ്റൽ പണിഷ്മെന്റ് അങ്ങേറ്റം കെട്ടുകഥയാണ്. അത് ഉന്നയിക്കുന്നവർ പാർട്ടി വിരുദ്ധരാണ്. അത് എന്താണ്, അതിനെതിരെ നിയമപോരാട്ടത്തിനൊക്കെ ബന്ധപ്പെട്ടവർ പോകുന്ന കാഴ്ചയും സാഹചര്യവും ഒക്കെ നമ്മൾ പോയ വർഷങ്ങളിൽ കണ്ടതാണ്. അന്ന് പക്ഷേ സാക്ഷാൽ VS അച്യുതാനന്ദൻ തന്നെ എന്താണ് ഈ ക്യാപിറ്റൽ പണിഷ്മെന്റിനെ കുറിച്ച് അന്ന് തുറന്നു പറഞ്ഞതാണ്. അത് കഴിഞ്ഞ് VS ഒരു 5-6 വർഷങ്ങളിൽ അദ്ദേഹത്തിൻ്റെ അനാരോഗ്യം കാരണം അങ്ങനെ നിശബ്ദതയിലേക്ക് പോയി. അങ്ങനെ സ്വാഭാവികം VS-യുമായി ബന്ധപ്പെട്ട ചർച്ചകൾ അങ്ങനെ നിശബ്ദതയിലേക്ക് പോയി. VS-ന്റെ മരണശേഷം വീണ്ടും ഈ പറയുന്ന ആ സമയത്ത് നടന്ന VS വിരുദ്ധ പാർട്ടി നീക്കങ്ങൾ പൊതുസമക്ഷത്തിൽ ചർച്ചയിലേക്ക് കൊണ്ടുവരാനല്ലേ പിരപ്പൻകോടിന്റെയും സുരേഷ് കുറുപ്പിന്റെയും ഒക്കെ പ്രതികരണം സഹായിക്കൂ? MV ഗോവിന്ദൻ എത്ര ഇല്ല എന്ന് പറഞ്ഞാലും. ഷഫീദ്. കശ്മീർ ഉറപ്പായിട്ടും, കാരണം ഈ VS അച്യുതാനന്ദനെ ക്യാപിറ്റൽ പണിഷ്മെന്റിന് വിധേയമാക്കണമെന്ന ആവശ്യം പാർട്ടി സമ്മേളനത്തിൽ ഉയർന്നില്ലെങ്കിൽ പിന്നെ എന്തിനാണ് പൊതുയോഗത്തിൽ VS അതിന് മറുപടി പറഞ്ഞതെന്നായിരുന്നു പിരപ്പൻകോട് മുരളി ഇതുമായി ബന്ധപ്പെട്ട് വ്യക്തമാക്കിയ കാര്യം. 2012 തിരുവനന്തപുരത്ത് നടന്ന സംസ്ഥാന സമ്മേളനത്തിൽ VS-നെ അത്തരത്തിൽ അധിക്ഷേപിച്ച് പ്രതികരണത്തിൽ ഉറച്ചു നിൽക്കുന്നുവെന്ന് അദ്ദേഹം പിരപ്പൻകോട് മുരളി വ്യക്തമാക്കി. പിന്നാലെയാണ് ഇക്കാര്യത്തിൽ CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ അക്കാര്യങ്ങളെ കുറിച്ച് അത് പൂർണ്ണമായും തള്ളി. പിരപ്പൻകോട് മുരളി പാർട്ടിയുടെ ഏതെങ്കിലും ഘടകങ്ങളിൽപ്പെട്ട ആളല്ല എന്നടക്കമുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് അങ്ങനെ ഒരു നിലപാട് അതുമായി ബന്ധപ്പെട്ട് എടുത്തത്. മാത്രമല്ല നമുക്കറിയാം ഈ ക്യാപിറ്റൽ പണിഷ്മെന്റ് ആവശ്യം പാർട്ടി സമ്മേളനത്തിൽ ഉയർന്ന വെളിപ്പെടുത്തൽ അത് പൂർണ്ണ അർത്ഥത്തിൽ CPM തള്ളുകയും ആ ചർച്ച തന്നെ കൂമ്പടക്കുകയും ചെയ്തൊരു സമീപനമാണ് CPM-ന്റെ ഭാഗത്ത് നിന്നുണ്ടാകുന്നത്. എന്നാൽ VS-നെ അടുത്തറിയാവുന്ന VS-ന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സഹചാരിയായിരുന്ന സുരേഷ് കുറുപ്പ് തന്നെ ഇപ്പോൾ ഇങ്ങനെ ഒരു ആരോപണം, അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഒരു യുവ വനിതാ നേതാവ് എന്നുള്ളതാണ് അതിൽ പറയുന്നത്. ഒരു കൊച്ചു പെൺകുട്ടി എന്നുള്ളതാണ്. അപ്പോൾ സ്വാഭാവികമായും പാർട്ടി സമ്മേളനങ്ങളിലെ കൊച്ചു പെൺകുട്ടി അതൊരു യുവ വനിതാ നേതാവായിരിക്കും. ആ യുവ വനിതാ നേതാവ് തന്നെ VS-ന് ക്യാപിറ്റൽ പണിഷ്മെന്റ് കൊടുക്കണമെന്ന് പറഞ്ഞു. ഈ അധിക്ഷേപം സഹിക്കാൻ കഴിയാതെ VS വേദി വിട്ട് വീട്ടിലേക്ക് പോയി എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും ഈ ആരോപണം ഇങ്ങനെ ഉയർത്തുന്നത് അന്നത്തെ സമ്മേളനത്തിൽ പിന്നീട് VS അതിനുശേഷം നടത്തിയ മൗനം അതടക്കമുള്ള കാര്യങ്ങൾ വീണ്ടും ചർച്ചയാക്കുക. സ്വാഭാവികമായും അതടക്കമുള്ള കാര്യങ്ങൾ രാഷ്ട്രീയമായി ചർച്ച ചെയ്യപ്പെടേണ്ടവയാണ്. ഇനി ഇക്കാര്യത്തിലെ CPM നിലപാട് നിർണായകമാകും. CPM പൂർണ്ണാർത്ഥത്തിൽ അതിനെ തള്ളിയെങ്കിൽ കൂടി ഏതെങ്കിലും തരത്തിൽ അതിനെ നമുക്ക് പാർട്ടിക്ക് ഏതെങ്കിലും തരത്തിൽ ആ ചർച്ചയെ മറികടക്കാൻ കഴിയും എന്ന് പറയാൻ കഴിയില്ല. കാരണം ഒരു പക്ഷേ കൂടുതൽ നേതാക്കൾ, കൂടുതൽ VS-മായി അടുത്ത കൂടുതൽ ആളുകൾ ഈ പ്രതികരണവുമായി രംഗത്തെത്താനുള്ള സാധ്യതയും തള്ളിക്കളയാൻ കഴിയില്ല. ഹാഷ്മി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.